പ്ലാൻ ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ചാനൽ, പുതിയ ചാനൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, ആകെ ഒരു വീഡിയോയെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആദ്യം കമൻറ്റ് ചെയ്യുന്ന 50 പേരിൽ നിന്ന് കേട്ടോ, അതായത് പുതിയ ചാനലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, 50 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ലോട്ടിട്ട് തിരഞ്ഞെടുക്കും. ആ ഒരാൾക്ക് നമ്മളൊരു ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് ഏതാണെന്നൊക്കെ ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം കേട്ടോ, ഞാൻ കുറച്ച് ടേബിളിൽ പ്ലാന്റ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ കൂടുതലും, അതായത് മഴക്കാലത്ത് ഇഷ്യൂസുകളൊന്നും വരാത്ത, അന്ന് അത്യാവശ്യം നല്ല ഫ്ലവേഴ്സ് കിട്ടുന്ന കുറച്ചധികം ഫ്ലവറിങ് പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സെയിൽ പോസ്റ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മറ്റൊരു ചാനൽ കൂടിയിട്ടുണ്ട്, പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്ന് പറഞ്ഞിട്ട്, അതിൽ നമ്മൾ സെയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാനൽ ഞാൻ ഓൾറെഡി എൻ്റെ ഗാർഡൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാ നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എടുക്കുന്ന വീഡിയോയാണ്. ഇതാണ് നമ്മുടെ ഗാർഡൻ, ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു സെക്ഷനിലൊക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കലാത്തിയിടാം സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഓർഡർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ചധികം പേരൊക്കെ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്നതിനേലും കുറച്ചധികം ഓർഡേഴ്സൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും, ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് കാണാം. ഈ പ്ലാന്റാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കമൻറ്റ് ചെയ്യുന്ന, നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ 50 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സെല്ലാണ് കേട്ടോ, ഫിലോഡൻഡ്രത്തിൻ്റെ സെല്ലം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഫുള്ളി യെല്ലോ ലീഫ് വരുന്നതാണ്. ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെ ആയിരിക്കും. വിത്തൗട്ട് കൊറിയർ ചാർജ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കമൻറ്റുകളൊക്കെ ഇടാം. നമ്മുടെ പഴയ ചാനൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്നാണ് ചാനലിൻ്റെ പേര്. ഒത്തിരി പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് നമ്മൾ കാണിക്കാം. അതിൽ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യുക. ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും, അതിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ പ്ലാന്റ്സുകളാണെന്ന് കാണിച്ചു തരാം. ഇത് കൂഫിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ ഫ്ലവർ വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഈ മഴക്കാലത്തും ഒത്തിരി പൂക്കളൊക്കെ തരുന്ന ഒരു പ്ലാന്റാണ് കൂഫിയ. നമുക്ക് ബോർഡറായിട്ടും അല്ലാണ്ട് ചട്ടിയിലൊക്കെ വെച്ച് പിടിക്കുക. അപ്പോൾ ഈ കൂഫിയയുടെ 3 വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറിലെ കുഞ്ഞു കുഞ്ഞു പൂക്കളോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ലതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. കണ്ടോ, ഇതിൽ നിന്ന് നമുക്കിപ്പോൾ കുറച്ചധികം തൈകളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സൈസ് വരുന്നതാണ് പ്ലാന്റ് കണ്ടോ. അപ്പോൾ ഇത് ഒരു വയലറ്റ് പോലത്തെ കളറ്. ഇനി അടുത്തത് ഇതിൻ്റെ ലീഫുകൾക്കാണ് കേട്ടോ. ഇതിൻ്റെയും ഒരു ലൈറ്റ് വയലറ്റ് ഫ്ലവറാണ്, പക്ഷേ ലീഫുകൾ പണ്ടത്തെ നമ്മുടെ ബുഷിൻ്റെയൊക്കെ ലീഫ് പോലത്തെ ഉള്ള ലീഫാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് കണ്ടോ. ഇതിൻ്റെ ലീഫ് ഒരു ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ഇതിന് കണ്ടോ ലൈറ്റ് ഗ്രീനാണ്. ഇതും നല്ലതുപോലെ തന്നെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇനി അടുത്തത് കൂഫിയുടെ തന്നെ വൈറ്റ് ഫ്ലവർ കണ്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ്സ് വരുന്നത്. അപ്പോൾ 3 കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒത്തിരി പേര് അന്വേഷിച്ച് കിടക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ കൂഫിയ. അതായത് നല്ലതുപോലെ ഫ്ലവർ, എപ്പോഴും ഫ്ലവറിങ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളോട് കൂടിയിട്ട് നമുക്കിങ്ങനെ ബോർഡർ പോലെ പിടിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ചട്ടിയൊന്നും വേണ്ടാത്ത ചെടിയാണ് കൂഫിയ. അപ്പോൾ ഇതിൻ്റെ 3 വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നിൻ്റെ റേറ്റ് 65 രൂപയ്ക്കാണ് ഓരോ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പ്ലാന്റ്സിൻ്റെ ആ ഒരു ബുഷ്നെസ് നിങ്ങൾ നോക്കണ്ടോ, അങ്ങനെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. അത്യാവശ്യം ഇപ്പോൾ വെച്ചാൽ തന്നെ ചെറിയൊരു ചട്ടിയിലോട്ട് വെച്ചാൽ ബുഷിയായിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. 3 കളേഴ്സ് ഉള്ളത് കേട്ടോ. 3 വെറൈറ്റിയാണ് കൂഫിയുടെ ഉള്ളത്. ഓരോന്നിൻ്റെ റേറ്റ് 65 റുപ്പീസാണ് കേട്ടോ, 65 രൂപ വെച്ചിട്ടാണേ. അടുത്ത പ്ലാന്റ് കേട്ടോ, വിഷ്ണുക്രാന്തി അല്ലെങ്കിൽ ബ്ലൂ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ ചെടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെയൊക്കെ കണ്ടോ, ഇങ്ങനത്തെ ഒരു ചെറിയ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ തന്നെ ഒത്തിരി പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നിറച്ച് പൂക്കൾ കിട്ടുന്നതാണ് കണ്ടോ. കവറിൽ പിടിപ്പിച്ചിരിക്കുന്ന തൈകളാണ്. ഇത്രത്തോളം തന്നെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റും വരുന്നത് 60 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് കേട്ടോ. കണ്ടോ, നല്ല ലൈറ്റ് ബ്ലൂ കളറ് ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക കണ്ടോ. ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് തന്നെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയ്ക്കാണ് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കണം കേട്ടോ. അടുത്തത് കറി ലീഫാണ് കേട്ടോ, കറിവേപ്പാണ്. ഇത് നമ്മുടെ നാടൻ കറിവേപ്പാണ്. കറിവേപ്പ് ഹൈബ്രിഡ് ഉണ്ട്. അതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വലുപ്പത്തിലുള്ള ഇലകളും അതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ സ്മെല്ലും കൂടിയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഇതിന് വളരെ ചെറിയ ലീഫുകളായിരിക്കും.
നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ഭയങ്കര വലുപ്പമുള്ള ലീഫായിരിക്കും. അപ്പോൾ നമ്മളത് കരുതും വളം കൂടുതൽ ഇട്ടിട്ടായിരിക്കും പ്ലാന്റ്സ് അങ്ങനെ ഡെവലപ്പ് ആവുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, അത് ഹൈബ്രിഡ് ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു വ്യത്യസ്തമായിട്ട് കിട്ടിയതുകൊണ്ടിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് ചാനലിൽ. ഇത് കറി ലീഫാണ് കേട്ടോ, നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കവറിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളുടെ റേറ്റ് 50 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഇതുപോലെ തന്നെ നമ്മൾ അധികം മണ്ണൊന്നും കളയാണ്ട് ഇതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് അയച്ചു തരാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തത് സ്റ്റാർലൈറ്റ് ഫൈക്കസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ. വെരിഗേറ്റഡ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. അത് നമുക്ക് സെമി ഇൻഡോറൊക്കെ ആയിട്ട്, നല്ല ഇൻഡോർ എന്ന് വെച്ചാൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് കേട്ടോ. അതായത് സത്യം പറഞ്ഞാൽ ശരിക്കും ഇൻഡോർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഇല്ല. നമ്മൾ സൂര്യപ്രകാശം കുറവ് വേണ്ട, മറ്റുള്ള ചെടികളെക്കാളും കുറവ് വേണ്ട ചെടികളെയാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. അതിനർത്ഥം ചെടികൾക്ക് പ്രകാശം വേണ്ട എന്നല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ആ സൂര്യപ്രകാശം കുറവ് വേണ്ട ചെടികൾ അകത്ത് വെച്ചാലായിരിക്കും അവർ സർവൈവ് ചെയ്യുന്നത്. അവർക്ക് ബ്രൈറ്റ് ലൈറ്റ് മതിയാവും, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. അപ്പോൾ ഈ ഒരു ചെടിക്ക് ഡയറക്റ്റ് ഒത്തിരി വെളിച്ചം വേണ്ട. നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഒരു കോർണറിലൊക്കെ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വലിയ പോട്ടിലൊക്കെ ആക്കി ഡെവലപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ചെറിയൊരു ട്രീ പോലെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുണ്ട്, ഇത് സ്റ്റാർലൈറ്റ് ഫൈക്കസ് എന്നാണ് വരുന്നത്. അപ്പോൾ അതിനുണ്ടോ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല വെരിഗേഷൻസ്, ഫുള്ളി വെരിഗേഷൻസ് വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 120 ആണ് കേട്ടോ. 120 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് ചെത്തിയാണ് കേട്ടോ, മിനിയേച്ചർ ചെത്തിയാണ്. ഇതിന് ഫ്ലവർ ഇപ്പോൾ വരാനാവുന്നതേ ഉള്ളൂ, ഫ്ലവർ ഇട്ടിട്ടില്ല. ഇതിന് ഫ്ലവർ ഞാൻ സൈഡിൽ കാണിച്ചേക്കാം കേട്ടോ. റോസ് കളർ വരുന്ന ചെത്തിയാണ്, അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളതാണ്. മിനിയേച്ചർ ചെത്തി കണ്ടോ, അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്. ഇതിൻ്റെ റേറ്റ് 80 രൂപയാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇത് റോസ് കളറാണെങ്കിൽ ഇത് മിനിയേച്ചർ ചെത്തിയുടെ റെഡ് കളറാണ് കേട്ടോ. അതിൻ്റെ ഇപ്പോൾ ചിലതിലൊക്കെ ബഡ്ഡേ പാടിയും ചിലതിൽ പൂക്കളെ പാടിയിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 കളേഴ്സാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഓരോന്നിൻ്റെയും റേറ്റ് 80 റുപ്പീസ്, 80 രൂപ വെച്ചിട്ടാണേ. ഇത് അടുത്തത് അറേബ്യൻ മുല്ലയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലവറും അതുപോലെ തന്നെ നല്ല മണമാണ് കേട്ടോ ഈ പൂവിന് വരുന്നത്. ഒരു 8 അടുക്കോളം വരുന്ന കണ്ടോ, നല്ല കട്ടയായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. അത്യാവശ്യം ഇതാ കണ്ടോ, കവറിൽ പിടിപ്പിച്ചിരിക്കുന്ന അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത്. ഒരു മിക്കതിലും പൂക്കളും ബഡും ഉണ്ട്, ചിലതിലൊന്നും ബഡായിട്ടില്ല കേട്ടോ. എങ്കിലും ബഡ് ആവാറായി നിൽക്കുന്ന തൈകളാണ് എല്ലാം തന്നെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതാ അടുത്തത് പെഡിലാന്തസ് ആണ് കേട്ടോ. വെരിഗേറ്റഡ് പെഡിലാന്തസ് ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ലീഫുകൾ തന്നെയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ, നമുക്കിങ്ങനെ ചെറിയ സ്റ്റെം പ്രൊപ്പഗേഷൻ വഴിയൊക്കെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. എന്താ കണ്ടോ, ഇങ്ങനെ ഫുള്ളി കേട്ടോ. നമുക്ക് നല്ല വെയിലത്തൊക്കെ നിർത്താം. നല്ല വെയിലത്തിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇതിലൊരു ലൈറ്റ് റോസ് കളറും കൂടി വരും. അപ്പോൾ ഇതിന് കുറച്ചധികം തൈകൾ നമ്മളിങ്ങനെ കുത്തി പിടിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് കണ്ടോ, ഇത്രയും തൈകളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. നമുക്കിങ്ങനെ ബോർഡർ ആയിട്ടൊക്കെ റോഡിൻ്റെ സൈഡിലും കാര്യങ്ങളിലൊക്കെ നമുക്കിങ്ങനെ വീടിനോട് ചേർന്ന് വരുന്ന ഭാഗത്തൊക്കെ ബോർഡറായിട്ട് സൈഡിൽ ഇങ്ങനെ നിർത്താം. ചെറിയ ചെറിയ ചട്ടികളിൽ വേണമെങ്കിൽ പിടിപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് താഴത്ത് വേണമെങ്കിലൊക്കെ നടാം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ചട്ടികളാക്കി ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് ബുഷിയോട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ബോർഡറായിട്ടൊക്കെ വേണമെങ്കിൽ സൈഡിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ചെടിയാണ്. മഴയോ വെയിലോ ഒന്നും പ്രശ്നമില്ലാത്ത ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈസ് നമ്മൾ നേരത്തെ കാണിച്ച സൈസ് കണ്ടോ, ഈ കാണുന്ന സൈസ് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതാ ഇത്രയും ബുഷിയായിട്ടുള്ള ഈ പെഡിലാന്തസിൻ്റെ പോട്ടിൻ്റെ റേറ്റ് ഉണ്ട്. ഇത്രയും, അതായത് ഓരോ സ്റ്റെംസ് നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ബുഷിയായിട്ടുള്ള പോട്ടിൻ്റെ റേറ്റ് വന്ന് 60 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്. നിങ്ങൾക്കിപ്പോൾ ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓരോന്നായിട്ട് നട്ട് വെച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കട്ട് ചെയ്യുന്ന ഭാഗവും പിടിപ്പിക്കാൻ പറ്റും. അതിൽ നിന്ന് ഒത്തിരി കവറുകളോട് പൊട്ടിമുളച്ച് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനതാ ഈ ഒരു സൈസ് തൈകളുടെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇനി ഇതാ ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് പെൻഡാസ് കേട്ടോ. പെൻഡാസിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇച്ചിരി റെയർ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പർപ്പിൾ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ. നടുക്കുന്നത് ഇതുപോലെ വൈറ്റ് ഷെയ്ഡും ഉണ്ട്. ഇതിൻ്റെ അത്യാവശ്യം എന്താണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 120, 120 കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഒത്തിരി സ്റ്റെംസ് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന കണ്ടോ ഇത്രയും സൈസുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇനി പെൻഡാസിന് തന്നെ വേറൊരു കളറാണ് കേട്ടോ, ലൈറ്റ് റോസ് കളറാണ് കേട്ടോ. പൂക്കൾ വിരിഞ്ഞ് വരാറായിട്ടുള്ള എല്ലാം നല്ല മൊട്ടോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റേറ്റും 120 ആണ്. ഇതൊക്കെ ഒരു ഇച്ചിരി റെയർ ആയിട്ടുള്ള കളേഴ്സാണ്. ഇതിൻ്റെ റേറ്റും 120 ആണ് കേട്ടോ.
അടുത്തത് അരുത എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ. ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. കുഞ്ഞുങ്ങൾക്കുള്ള വീട്ടിൽ നമ്മൾ എല്ലാവരും വളർത്തുന്നു. ഇതിൻ്റെ ഒരു ചെടിയെങ്കിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് പറയും കേട്ടോ. അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് എപ്പോഴും നമുക്ക് ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല. പക്ഷേ ഇതിൻ്റെ പ്ലാന്റ് ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചധികം പീസസ് നമുക്ക് അവൈലബിൾ ആണ്. 40 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഒത്തിരി നനവിൻ്റെ ആവശ്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കല്ലാണ്ട് നല്ല ഇളക്കമുള്ള മണ്ണിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുപോലെ തന്നെ കണ്ടോ, നല്ലവണ്ണം തണ്ട് മൂത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്താൽ സ്റ്റെം പ്രൊപ്പഗേഷൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ് കേട്ടോ അരുത. അപ്പോൾ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി കുറേ ആൾക്കാർ പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടിലെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വാല്യൂ ഉള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇത് അടുത്തതൊരു ഫേണാണ് കേട്ടോ. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് പിടിക്കുന്നതും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഫേൺ. അപ്പോൾ ഫേണിൻ്റെ ഇതുണ്ട്, ഇതൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബേബി പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ട്, ഈ ഒരു വലുപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റ് നമ്മൾ 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കുറച്ച് പീസസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഇത് അടുത്തത് വെരിഗേറ്റഡ് ഫൈക്കേഴ്സ് ആണ് കേട്ടോ. അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ്. ഈ ഗ്രീനും വൈറ്റും കൂടിയൊക്കെ വരുന്നതുകൊണ്ടിട്ട് തന്നെ നമുക്ക് മരമായിട്ട് വളർത്താം, ചട്ടിയിൽ വളർത്താം, താഴത്ത് വളർത്താം കേട്ടോ. നേരത്തെ കാണിച്ചത് സ്റ്റാർലൈറ്റ് ഫൈക്കേഴ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അതിൻ്റെ ലീഫ് നാരോ ആയിട്ടാണ് വരുന്നത്. ഇത് വെരിഗേറ്റഡ് ഫൈക്കേഴ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 ആണ് കേട്ടോ. 180 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത്. കുറച്ച് പീസസ് ഇത്രത്തോളം തന്നെ ബുഷിയായിട്ടുള്ള കുറച്ചധികം പീസസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 ആണ് കേട്ടോ. ഇത് അടുത്തത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള CC പ്ലാന്റ് ഡോർഫ് വെറൈറ്റി എന്ന് പറയും. അധികം പൊക്കം വെക്കാത്ത കുള്ളൻ വെറൈറ്റീൻ്റെ ലീഫുകൾ കണ്ടു ഇതിൽ മടങ്ങിയായിരിക്കും തന്നെ. അപ്പോൾ അതിന് തന്നെ ഈ ഒരു സ്ക്വയർ പോട്ടിൽ വരുന്ന ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് 120 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് കേട്ടോ. ഇത് കെയിൻ ബിഗോണിയാണ്. ഇതിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒറ്റ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്. കണ്ടോ, ഇതിന് ഒത്തിരി കട്ടിങ്സുകൾ എടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ 70 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കണം. കണ്ടോ, നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഒറ്റൊരു പീസേ ഇതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രീ പ്ലാന്റും കൂടിയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സെല്ലം എന്ന് പറഞ്ഞ പ്ലാന്റാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാൻസുകൾ നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് അയച്ചു തരുന്നത്. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വേണ്ട ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പേരുകൾ ഓർത്ത് വയ്ക്കുക. ഓരോന്നിൻ്റെ പേരുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.